ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസബി സാർ. എല്ലാ മക്കൾക്കും എജുപോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനായിരുന്നു. വേറെ ഒന്നുമില്ല കേട്ടോ. നിങ്ങളുടെ +1 ലൈഫ്, +1 സ്കൂൾ ലൈഫ് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വന്നിരുന്ന നിങ്ങളായിരിക്കും. എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ച അഥവാ +1ലെയും +2ലെയും സ്കൂൾ ലൈഫ് ഇങ്ങനെയാണ്. അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കണം നിങ്ങൾ. അതായത് 2025 SSLC പാസ്സായിട്ട് പുറത്ത് വന്ന ആൾക്കാരാണ് നിങ്ങൾ, അല്ലേ? ഈ SSLC പാസ്സായിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ആ 10ാം ക്ലാസ്സിൻ്റെ ലൈഫ് ഒരുപക്ഷെ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിച്ച് എൻജോയ് ചെയ്തെന്ന ആൾക്കാരും ഒപ്പം പ്രഷറും കൂടി വന്ന ആൾക്കാരെ നിങ്ങളെന്ന് പറഞ്ഞല്ലേ. പക്ഷേ +1 ആകെ സീന് മൊത്തം മാറുകയാണ് ചെയ്തല്ലേ. നമ്മുടെ നേരത്തെ സുഷിൻ ശ്യാമൊക്കെ പറഞ്ഞല്ലേ, മലയാള സിനിമയുടെ സീൻ മാറ്റെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൻ്റെ ആകെ സീൻ മാറ്റിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടത് ഞാൻ സംഭവിച്ചത് ആലോചിക്കേണ്ടത് നിങ്ങൾ. അതായത് ഇത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ട്രോളിൻ്റെ മീമായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ മുൻപുണ്ടായിരുന്ന ഒരു ലൈഫാണ് അല്ലേ. അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നു. പക്ഷേ ഇപ്പോൾ +1 എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചാണ്. SSLCക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മൾ +1 എത്തിയപ്പോൾ തീരെ അതിനൊന്നും പറ്റാത്തൊരവസ്ഥ. അതായത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യവും, സ്കൂളുണ്ട്, ക്ലാസ്മേറ്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, എക്സാം സ്റ്റൈലുകളുണ്ട്, അറ്റ്മോസ്ഫിയർ ഉണ്ട്, മീഡിയം ഓഫ് സ്റ്റഡി, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, എല്ലാം പുതിയതാണ് അല്ലേ. അതായത് ഇതിൻ്റെ പ്രത്യേകത, എല്ലാം പുതിയതാണ്. പുതിയ സ്കൂള്, പുതിയ ക്ലാസ് ടീച്ചർ, പുതിയ ക്ലാസ്മേറ്റ്സ്, പുതിയ ടീച്ചർ, പുതിയ സബ്ജക്റ്റ്, പുതിയ എക്സാം സ്റ്റൈലുകൾ, പുതിയ അറ്റ്മോസ്ഫിയറുകൾ, പുതിയ മീഡിയം ഓഫ് സ്റ്റഡി, എല്ലാം പുതിയ കാര്യങ്ങളാണ്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വിക്രമാദിത്യ സിനിമയിൽ ദുൽഖർ പറയുന്നൊരു ഡയലോഗുണ്ട്, എന്താണ്, പുതിയ ലോകം, പുതിയ മനുഷ്യർ, പുതിയ പാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നുണ്ടാവുക. നിങ്ങളുടെ മുമ്പിൽ ഒറ്റ സംഭവമേ ഉള്ളൂ, എല്ലാം പുതിയതായിട്ട് കിട്ടുന്നല്ലേ. നിങ്ങളിതുവരെ ഇങ്ങനൊരു സ്കൂൾ സിസ്റ്റം കണ്ടിട്ടില്ല, നിങ്ങളിതുവരെ ഇങ്ങനെ ക്ലാസ്മേറ്റ്സിനെ കണ്ടില്ല. കാരണം എന്താണ്, നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്നത് 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെയൊക്കെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളായിരുന്നെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നതിന് അങ്ങനെയല്ല. വേറെ ഏതോ പഞ്ചായത്ത് അല്ലെങ്കിൽ വേറെ ഏതോ മുനിസിപ്പാലിറ്റി എന്നൊക്കെ വന്ന ആളാണ്. വേറെ ഏതോ മുനിസിപ്പാലിറ്റി എന്നൊക്കെ വന്ന ആളാണ്, വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് വന്ന ആളാണ് അല്ലേ നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും ചിലപ്പോൾ അവർ സംസാരിക്കുന്ന ഭാഷയും പോലും മാറ്റണ്ടാവും. കാരണം അങ്ങനെയാണ് +1 എത്തിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്. ഇനി അതേപോലെ മറ്റൊരു കാര്യം, നിങ്ങളുടെ ടീച്ചേഴ്സിൽ 10ാം ക്ലാസ് വരെയുള്ള ടീച്ചേഴ്സേ അല്ല, +1 എത്തിക്കഴിഞ്ഞപ്പം വേറെ പുതിയ ടീച്ചേഴ്സ്, പുതിയ വൈബ്, ഓരോരോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അതേപോലെ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ ജീവിതത്തിൽ നിങ്ങൾ കേട്ടുകേൾവില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും കൊമേഴ്സിലും അതേപോലെ ഹ്യൂമാനിറ്റീസിലും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ എക്കണോമിക്സ് പറഞ്ഞ സബ്ജക്റ്റ് കേട്ടിട്ടില്ല, അക്കൗണ്ടൻസി കേട്ടിട്ടില്ല, ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ്, അതേപോലെ തന്നെ സോഷ്യോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഒരു സബ്ജക്റ്റുകൾ നിങ്ങൾ കേട്ടില്ല. ആകെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പണ്ട് കേട്ടിട്ടുണ്ടാവും, വേറെ എല്ലാം നിങ്ങൾക്ക് പുതിയതല്ലേ. അപ്പോൾ പുതിയ പുതിയ സബ്ജക്റ്റുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം പറഞ്ഞാൽ എക്സാമിൻ്റെ സ്റ്റൈലും. ഇതുവരെ 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ 40 മാർക്കിനൊക്കെ എക്സാം ഉള്ളത്. പക്ഷേ ടീച്ചേഴ്സ് ആദ്യമേ വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഒന്നുകിൽ 60 മാർക്കിൻ്റെ എക്സാം, അല്ലെങ്കിൽ മിക്കവാറും പേപ്പറിന് 80 മാർക്കിലായിരിക്കും പരീക്ഷ എന്ന് നിങ്ങളോട് പറഞ്ഞു. 80 മാർക്കിൻ്റെ പരീക്ഷ. നിങ്ങൾക്കറിയാം 10ാം ക്ലാസ് പഠിച്ചപ്പോൾ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ഇത് മൂന്നിനും നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യമുണ്ട്, 80 മാർക്കിൻ്റെ പരീക്ഷ എന്ന് പറയുമ്പോഴേക്കന്നെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ആളൽ വന്നിട്ടുണ്ടാവും അല്ലേ. അതേ അവസ്ഥയിലേക്ക് ഉണ്ടാവുക. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലുണ്ടാവും. നിങ്ങൾ ചെന്ന സ്കൂളിലെ ക്ലാസ് റൂമിൽ 60 കുട്ടികളല്ലേ. 10ാം ക്ലാസ്സിൽ ഞാൻ ഇത്രയും കുട്ടികളൊന്നും കണ്ടില്ല. ഞങ്ങൾ മാക്സിമം 40-50 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ക്ലാസ് റൂമിൽ 60 കുട്ടികളൊക്കെ ഇരിക്കുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, അത്രയും പേരൊക്കെ ക്ലാസ്സിലിരിക്കുന്നത്. ഈ ഒരു പ്രശ്നം നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാവും. ആൻഡ് ഫൈനലി മീഡിയം ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ, ഇതുവരെ സ്കൂളിൽ മലയാളം മാത്രം പഠിച്ചു വന്നിരുന്ന ഞാൻ +1 എത്തിയപ്പോൾ ടീച്ചർ കംപ്ലീറ്റ് എല്ലാം പറയുന്നത് ഇംഗ്ലീഷിലാണ്. സാറ് വന്നിട്ട് പറഞ്ഞത് ഇംഗ്ലീഷിൽ, ടീച്ചർ വന്നിട്ട് പറഞ്ഞത് ഇംഗ്ലീഷിൽ, എല്ലാം ഇംഗ്ലീഷ്. എനിക്കൊണ്ട് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഈ ഒരു മൈൻഡ് സെറ്റ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ഇംഗ്ലീഷ് മീഡിയം ഇങ്ങനെയല്ല, ഞാൻ പഠിച്ച ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയേ അല്ല. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ സാറ് പറയും, പക്ഷെ അത് മലയാളത്തിൻ്റെ മറ്റൊരു വെർഷനായിട്ടുള്ള ഇംഗ്ലീഷ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയല്ല ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം. ഈ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. എന്തൊക്കെയായിരുന്നാലും മക്കളെ, എനിക്ക് പറയാനുള്ള കാര്യത്തിലുള്ളൂ, എല്ലാം നിങ്ങൾക്ക് ഇവിടെ പുതുതായിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുതിയതായിട്ട് കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടുകൂടാ?
എല്ലാം പുതിയതായിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ 10ാം ക്ലാസ് ഉണ്ടായിരുന്ന ലൈഫൊക്കെ മാറ്റി വെച്ച് +1 എന്തുകൊണ്ട് പുതിയ രീതിയിൽ പഠിച്ചു തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈലിലേക്ക് വന്നുകൂടാ? അങ്ങനെയാണെങ്കിൽ അതിനൊറ്റ കാരണമുള്ള മക്കളെ, നിങ്ങൾക്ക് ഇവിടെ വൈബ് സെറ്റ് ആവണില്ല. അതാണ് നിങ്ങളുടെ മെയിൻ പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ് ഇവിടെ സെറ്റാക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വൈബ് ഇവിടെ സെറ്റ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഒരു ന്യൂ സ്റ്റാർട്ട്. അതാണ് നമുക്കിനി ബാക്കായിട്ടുള്ളത് അല്ലേ. ന്യൂ സ്റ്റാർട്ടാണ് നമുക്ക് വേണ്ടത്. പുതിയൊരു തുടക്കം നമ്മൾ തുടങ്ങുക. എങ്ങനെ? ഇതുവരെ ക്ലാസ് നമുക്ക് ജൂൺ 18-ാം തീയതി അഡ്മിഷനൊക്കെ കഴിഞ്ഞ് എല്ലാം തുടങ്ങി. ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം സീറ്റും കാര്യങ്ങളൊക്കെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഇനി നമുക്കുള്ളത് അവസരം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പഠിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ ഈ മുന്നോട്ട് പഠിച്ച് പോകാമെന്ന് പറയാൻ കാരണം, മുന്നോട്ട് പോകാം. 2 വർഷം നിങ്ങൾ സ്കൂളിൽ ചെന്നാലും ഈ പറഞ്ഞ +1 പാസ്സായാലും ഇല്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് +2 പഠിക്കാം. പക്ഷേ ഒരൊറ്റ കാര്യം ആലോചിക്കുക, 2025 മാർച്ച് മാസം SSLC പാസ്സായിട്ട് ഇറങ്ങിയ നിങ്ങളാണ് 2027 മാർച്ച് മാസം +2 പാസ്സാകാതെ ഇറങ്ങേണ്ടി വരും. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, സിനിമയിൽ കാണുമ്പോൾ ഒക്കെ രസമാണ്. സിനിമയിലൊക്കെ എന്താണ് +2 തോറ്റവരുടെ കഥയൊക്കെ ഭയങ്കര രസമാണ്. സിനിമയിൽ മാത്രമുള്ള മക്കളെ +2 തോറ്റവരുടെ കഥ ഭയങ്കര രസമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടി കൊച്ചൊക്കെ കൊടുക്കുമ്പം സിനിമയിൽ കാണാൻ ഭയങ്കര രസമാണ്. ബിഗ് സ്ക്രീനിലൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് സിനിമയാണ്. +2 തോറ്റിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ എത്തരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതൊരു പുതിയ തുടക്കമായിട്ട് നിങ്ങൾ കാണണം. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പഠനത്തിനും കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, 10ാം ക്ലാസ്സിൽ നിങ്ങൾ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സാധാരണ സ്റ്റുഡൻറ്റിനെ പോലെ പഠിച്ചു വന്ന നിങ്ങളാണെങ്കിൽ പോലും നിങ്ങൾക്കത് കംപ്ലീറ്റ് മാറ്റാനുള്ളൊരു വലിയൊരു അവസരമാണ് ഈ പറയുന്ന +1 +2 എന്ന് പറഞ്ഞത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞിട്ട്, നിങ്ങളെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകളിലെയും എയ്ഡ് സ്കൂളുകളിലെയും ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത്, അവർ 10ാം ക്ലാസ് വരെ വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ പോലും അവർ +1 +2 എടുത്ത എഫേർട്ട് കൊണ്ട് മാത്രമാണ് അവരിന്ന് നിങ്ങളുടെ മുമ്പിൽ ടീച്ചറായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുക. പുതിയൊരു സ്റ്റാർട്ട് തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഈ സമയമാണ്. +1 നിങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും ഒരു 8-9 മാസം നിങ്ങളുടെ മുമ്പ് കിടക്കുന്നത്. അത് ഏറ്റവും നന്നായിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റിസൾട്ടായിട്ട് 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 1200 മാർക്കാണ് ആകെ മൊത്തം 2 വർഷം കൊണ്ട് നമുക്കുള്ളത്. ആ 1200-ൽ 1200 തന്നെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട്. കാരണം എന്താ പറയുക, അതുകൊണ്ടാണ് മക്കളെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മികച്ച രീതി തന്നെ +1 പഠിക്കുക അഡ്മിഷൻ സീറ്റ് വരെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ് മക്കളെ. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, നമ്മുടെ ഹൈസ്കൂളിൻ്റെ വൈബ്, ഓക്കെ, ഹൈസ്കൂളിൻ്റെ വൈബ് വേറെ, ഹയർ സെക്കൻഡറിൻ്റെ വൈബ് വേറെ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ വൈബ് ഉണ്ടാക്കാനാണ് പോകുന്നത്. പുതിയ വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പഠിക്കുന്നവരുടെ വൈബാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ആ വൈബാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം. ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാവണം. സ്റ്റഡി പ്ലാൻ മാത്രം ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. ആ ടൈം ടേബിൾ എന്ത് ചെയ്യണം, സമയം നമുക്ക് തോന്നിയ സമയത്തായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഒരു ഫിക്സഡ് ടൈം വേണ്ട, നമുക്ക് തോന്നിയ സമയത്ത് മതി. പക്ഷേ ആ സമയം എന്ത് ചെയ്യണം, രാവിലെ തോന്നണം, ഉച്ചക്ക് തോന്നണം, വൈകിട്ട് തോന്നണം ഒന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും പഠിക്കാൻ പറ്റിയിരിക്കണം. അതേപോലെ മറ്റൊരു കാര്യം, കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് ഓരോ ആഴ്ചയിലും റിവിഷൻ ചെയ്തു പോവുക. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. ഹൈസ്കൂളിൽ നിങ്ങൾ പഠിച്ചപ്പോൾ അഥവാ നിങ്ങളുടെ SSLCയുടെ സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിച്ച ആൾക്കാരാണ്. ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറയില്ല, എഫേർട്ട് എടുത്ത് പഠിച്ച ആൾക്കാരാണ്. അത്രയും നന്നായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടാണ് മക്കളെ നിങ്ങളിപ്പോൾ +1 എത്തിയത്. ആ എഫേർട്ട് നിർത്താതെ തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. എവിടെ കിട്ടും, ഈ പറഞ്ഞ റിവിഷനും അതേപോലെ മന്ത്ലി ഓരോ ടെസ്റ്റുകൾ എഴുതി ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ പഠിച്ച് അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോയാൽ തന്നെ മതി. നല്ല മാർക്കോടെ വാങ്ങാം, +1 വാങ്ങാം. അപ്പോൾ ഇനി ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ +1 എന്തൊക്കെ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ, +1 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തായിരിക്കും, ഇങ്ങനെ പ്രത്യേകിച്ച് ആകൃതി ഇല്ലാതെ കിടക്കുന്ന സംഗതി ആയിരിക്കും അല്ലേ. അതിനെ കൃത്യമായിട്ട് നമ്മൾ എന്താണ്, ഒരു ഗോൾ പോലെ സെറ്റ് ചെയ്ത്, ഒരു കറക്റ്റ് റൗണ്ട് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം. വേറെ എവിടെയല്ല, ഈ വരുന്ന 14-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാത്രി കൃത്യം 7 ആകുമ്പോൾ നിങ്ങൾക്കൊരു ലൈവ് ഉണ്ട്. 7:30 ആകുമ്പോൾ ഉള്ള ലൈവ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ +1 തൊട്ട് പഠിച്ച് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് പഠിച്ചു തുടങ്ങണം. ഞാൻ പറഞ്ഞ ജസ്റ്റ് A+ൻ്റെ കാര്യമല്ലോ. ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങണോ, അതിനുള്ള ഒരു 7 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഇവിടെ പറയുന്നത് നമ്മുടെ എജുപോണിൻ്റെ +1 കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ പറയുന്നത്. അപ്പോൾ കൃത്യം രാത്രി 7:30 ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എല്ലാവരും വരിക. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞുതരാം. അപ്പോൾ മക്കളെല്ലാവരും സെറ്റാണെങ്കിൽ വീണ്ടും കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സെൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോൺ. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.